ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ടാർ റോഡ് ഫ്രണ്ടേജിൽ 21 സെൻറ്റ് സ്ഥലവും വീടുമാണ്. ഇതിൻ്റെ അകത്തില്ലാത്ത സെറ്റപ്പില്ലെന്ന് തന്നെ പറയാം. വീട് ഫുള്ള് AC ആണ്. അത് നിങ്ങൾക്ക് തികച്ചും സൗജന്യമാണ്. ഈ സ്ഥലത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ. ഈ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പൂന്തോട്ടമുണ്ട്, ജാതി, തെങ്ങ്, മാവ്, ഇല്ലാത്ത സെറ്റപ്പിൽ ഞാനതെല്ലാം കാണിച്ചു തരാം. നിങ്ങളിതെല്ലാം കാണോട്ടോ. കണ്ട ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് കാണാം. അതേ പ്ലാവൊക്കെ കണ്ടോ, പ്ലാവിനധികം വണ്ണമില്ലെങ്കിലും നല്ല വലിയ ചക്കനാണ് ഉണ്ടാക്കി കിടക്കുക, വരിക്കച്ചക്ക. അങ്ങനെ അത്രയും എല്ലാ സെറ്റപ്പുള്ളൊരു വീടാണ്. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. കാരണം ഇതുപോലുള്ള വീടുകളൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങൾക്ക് കൊണ്ടുവന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കണം കേട്ടോ. കാരണം ഇത്രയും ഫെസിലിറ്റിയിലേക്കും സെറ്റപ്പിലൊക്കെ ഒരു വീട് കിട്ടൽ ഇപ്പോൾ വളരെ അപൂർവമാണ്. അപ്പോൾ ഈ അപൂർവങ്ങളായ ഐറ്റംസാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന് തന്നത്. കണ്ട മാവൊക്കെ കണ്ട ഇഷ്ടം എല്ലാം പൂത്ത് നിൽക്കണേണ്. കണ്ട തെങ്ങ് കണ്ട എല്ലാത്തിലും നല്ല കായ്ഫലമുള്ള തെങ്ങാണ്. ഇഷ്ടംപോലെ തെങ്ങുണ്ട്, ജാതിയുണ്ട്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കണ്ട സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിലേക്ക് ഇഷ്ടംപോലെ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഇരിക്കണുണ്ടോ, എല്ലാം AC ആണ്. അതുപോലെ തന്നെ 3 ഫേസ് കണക്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ വീടിനാണെങ്കിൽ 10 പൈസ നിങ്ങൾ കൊടുക്കണ്ട, തികച്ചും ഫ്രീ ആണ് ഈ വീട്. ഈ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട് സൗജന്യം. അപ്പോൾ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരോടൊരു കാര്യം, നമ്മളുടെ വീട് കണ്ട് ഞാൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റ് ചിലവുകളില്ലാണ്ട് വീടിൻ്റെ ഓണറോട് നേരിട്ട് വാങ്ങാൻ പറ്റും. കണ്ട ജാതിയൊക്കെ നിറച്ച് കായ്ച്ചിറങ്ങാണ്. അതേകൂടെ തന്നെ വെള്ളം, കിണറുണ്ട്. നിങ്ങളൊരു ദിവസം ഒരു 10,000-15,000 ലിറ്റർ ഉപയോഗിച്ചാലും വെള്ളത്തിനൊരു പഞ്ഞം ഉണ്ടാവില്ല ഇവിടെ. കണ്ടത് ഇഷ്ടം പോലെ കവുങ്ങ്, അടക്കാമരേ എല്ലാം കായ്ച്ചിറങ്ങാം. അതിൻ്റെ അറ്റത്തൊരു ജാതിയുമുണ്ട്. ഈ കിണർ വെള്ളമാണെങ്കിൽ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഫിൽറ്റർ വെച്ചിട്ടാണ് അടിക്കണം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്യുവർ വാട്ടർ ആയിരിക്കും നിങ്ങൾക്ക് വീടിൻ്റെ അകത്ത് കിട്ടണത്. ഇതിൻ്റെ പറമ്പൊക്കെ കണ്ടോട്ടെ, കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്ലീനാണ്. കാരണം അതേ കൂട്ട് സൂക്ഷിക്കണത് നമുക്ക് അരക്കൊക്കെ ഉപയോഗിക്കണ പുളി, ചെമ്മിപ്പുളി, ഇരുമ്പമ്പുളി എന്നൊക്കെ പറയും. വീണ്ടും ജാതിയൊക്കെ നിൽക്കണുണ്ട്. അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. പിന്നെ ഇതിൻ്റെ വാർക്കട മുകളിലൊക്കെ കൃഷിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കുരുമുളക് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാം, ഞാനത് പിന്നെ കാണിച്ചു തരാം. പിന്നെ കുറേ വാഴകൾ, അതായത് സ്ഥലം നല്ല രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള എല്ലാ സെറ്റപ്പും നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. നമുക്കൊരു നേരം പോക്കുമായി മനസ്സിനൊരു സന്തോഷം കിട്ടും. അങ്ങനെ അടിപൊളി സെറ്റപ്പുള്ളൊരു വീടാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ശേഷം മാത്രം അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം വിളിക്കാൻ ശ്രമിക്കുക. കാരണം കുറേ ആളുകൾ ഈ ഡീറ്റെയിലൊന്നും കേൾക്കാണ്ട് അപ്പം തന്നെ വിളിക്കും. ഇത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് എവിടെയാണ്, അതിൻ്റെ ലൊക്കേഷൻ, എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ വിളിക്കാൻ വേണ്ടി. എന്നാലും നമുക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരുപാട് കോളാണ് വന്നത്. അപ്പോൾ ഇത് എല്ലാം നമുക്ക് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 3-4 കോളൊക്കെ കയറി വരും. അപ്പോൾ അവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതാണ് ലിവിങ് ഏരിയ. എന്താ ഒരു സെറ്റപ്പ് നോക്കി, നല്ല അടിപൊളി ഒരു ലിവിങ് ഏരിയ. അത് നല്ല ഗ്രാൻഡ് സെറ്റപ്പ്. കാരണം വീടിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ടുള്ളൊരു വ്യൂ നോക്കി, എന്തൊരു ഭംഗിയാണ് നോക്കി. നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നും. കണ്ട് ഇതിൻ്റെ ഗ്രാനൈറ്റാണ് ഫ്ലോറൊക്കെ ഇട്ടേക്കണം. കാരണം നിങ്ങൾ ഡൈനിങ് ഹാളിൻ്റെ ഫ്ലോർ കണ്ടില്ലേ, ഗ്രാനൈറ്റാണ് ഇട്ടേക്കണം. ഇതാണ് ഡൈനിങ് ഹാള്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് ഈ വീടിനുള്ളത്. കിച്ചനും ഇതൊക്കെ ഗ്രാനൈറ്റാണ് കംപ്ലീറ്റ് ഫ്ലോർ ഇട്ടേക്കണം. നല്ല എന്താ പറയുക, ഈ പാരഡൈസ് എന്ന് പറഞ്ഞൊരു ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചേക്കണം. പിന്നെ നമുക്ക് ഒരേ റൂമും കാര്യങ്ങളൊക്കെ കാണാം. അതിക്ക് മുന്നേ ഈ ഡൈനിങ് ഹാളിൻ്റെ ലെങ്ത്ത് നോക്കിക്കോട്ടെ, എല്ലാം AC ആണ്. AC ഒക്കെ ഇരിക്കണം. ഈ വീടിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിന് ഇവർ 10 പൈസ ചോദിക്കണമെന്നുള്ളതിന്. ഈ സ്ഥലത്തിൻ്റെ വില മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ. അതൊക്കെ ഒരു ചെറിയ സെറ്റപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് നല്ല രീതിക്കൊക്കെ സെറ്റപ്പാക്കാം. അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ബെഡ്റൂമിൻ്റെ വലിപ്പം, കാരണം അത്യാവശ്യം നല്ല വലിപ്പമാണ് എല്ലാ റൂമിനും. അത്യാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പം ഇതുണ്ട്. അതേകൂടെ തന്നെ കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കബോർഡ് അല്ല, അത്രയും സ്റ്റോറേജ്, നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബോർഡും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചേക്കണം. പിന്നെ എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. വീട് അതിന് പഴക്കമുണ്ടെന്ന് നോക്കണ്ട, അന്നത്തെ കാലത്ത് നല്ല സെറ്റപ്പ് പണിതാണ്. പിന്നെ ബാത്റൂം ഇതൊക്കെ ശരിക്കും ഈ ടൈലൊക്കെ ഒന്ന് മാറ്റി മെയിൻ്റെനൻസ് ചെയ്തെടുത്ത് ചെയ്യണമെങ്കിൽ അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വീടായത്, ഒന്നും പറയാനില്ല. ഇത്രയും സെറ്റപ്പൊക്കെ ഉള്ളൊരു വീടാണ്. കാരണം കംപ്ലീറ്റ് തടിയും കഴിയണമല്ലോ. പാരഡൈസ് ഗ്രാനൈറ്റാണ് ഇതിൻ്റെ ഫ്ലോർ ഉപയോഗിച്ചാണ്. എല്ലാം
ഒന്നിനൊന്ന് വെച്ചം വൺ സെറ്റപ്പ് കണ്ട. ഒരേ റൂം വേണ്ട. ഇതിൻ്റെ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഫ്ലോറാണ്, മൊസൈക്കാണ്. ബാക്കിയൊക്കെ മാറ്റിയിട്ടുണ്ട് അവർ. ഈ 2 റൂമിൻ്റെ മാത്രമാണ് മാറ്റത്തേണ്ട. കബോർഡ് കാര്യങ്ങൾ എല്ലാം കണ്ട. ഇതിൻ്റെയൊക്കെ കബോർഡ് കണ്ട. നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി കബോർഡാണ് കൊടുത്തേക്കണം. ഇനി ഈ വീടിൻ്റെ ലൊക്കേഷൻ അത് നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഇതിൻ്റെ ബാത്റൂം ഇത് വൈറ്റില ജംഗ്ഷനിൽ നിന്ന് നേരെ പോകുമ്പോൾ എരൂരാണ് ഈ വീട് സ്ഥിതി ചെയ്യണം. എറണാകുളം ടൗണിൽ. അത് വൈകണ്ട 3 ഫേസ് കണക്ഷനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എറണാകുളം ടൗണ് വൈറ്റില ജംഗ്ഷനിൽ നിന്ന് വെറും 2.3 കിലോമീറ്റർ പോകുമ്പോഴാണ് മെയിൻ ടാർ റോഡ് സൈഡിൽ ഈ വീട് സ്ഥിതി ചെയ്യണം. കണ്ട. ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട. എല്ലാം നല്ല വലിപ്പമുള്ള എല്ലാം AC ബെഡ്റൂം, എല്ലാം ഫുൾ സെറ്റപ്പ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്തിന് 10-12 ലക്ഷം രൂപ സെൻറ്റിന് വിലയുണ്ട്. അവരത്ര ഒന്നും ചോദിക്കണില്ല. അവർ 1 സെൻറ്റ് സ്ഥലത്തിന് 11 കഴിയില്ല. അവർ മൊത്തത്തിൽ ചോദിക്കണത് 21 സെൻറ്റ് സ്ഥലത്തിനും കൂടി ചോദിക്കണത് 2,20,00,000 രൂപയാണ്. 2 കോടി രൂപ. കാരണം വൈറ്റിലത്തെ വില നിങ്ങൾക്കറിയാമല്ലോ. അവിടെ എന്ന് വെച്ചാൽ സ്ഥലത്തിന് നല്ല വിലയാണ്. അപ്പോൾ ഈ വീടിന് അവർ മൊത്തത്തിൽ ചോദിക്കണ വില 2,20,00,000 രൂപ. അത് നെഗോഷ്യബിളാണ്. അത് നെഗോഷ്യബിളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത്യാവശ്യം നമുക്ക് വില കുറച്ച് വാങ്ങാനും പറ്റും. കണ്ട. കിച്ചണൊക്കെ കണ്ട. കിച്ചൻ്റെയൊക്കെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കണ്ടോട്ടെ നിങ്ങൾ. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുള്ള കിച്ചണാണ്. കിച്ചണൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡേൺ കിച്ചൺ തന്നെ പറയണ്ട. അത്രയും നല്ല ഫെസിലിറ്റിയുള്ള നല്ല സൂപ്പർ ഒരു കിച്ചണാണ് ഇതിന് കൊടുത്തേക്കണം. ഈ കിച്ചൻ്റെ സൈഡിലായിട്ടൊരു സർവൻറ്റ് ബാത്റൂം അത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഉപയോഗിക്കണില്ല. അതിൻ്റെ അകത്താണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യണം. കണ്ട. നല്ല സ്റ്റോറേജ് സ്പേസ്. കിച്ചൺ സ്ലാബൊക്കെ ഗ്രാനൈറ്റാണ്. എല്ലാം കൊണ്ടും അടിപൊളി. ഇനിയും ഒരു 20-25 വർഷം കൂടി വീട് അനങ്ങാണ്ട് വെക്കും. കണ്ട. ഇതിൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ കണ്ട. എല്ലാവരും നല്ല സെറ്റപ്പാണ്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റി ഉള്ളൊരു വീടാണ്. അപ്പോൾ എറണാകുളത്ത് വൈറ്റിലയിൽ വീട് വേണമെന്ന് താല്പര്യമുള്ളവർ നമ്മളെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ, നേരത്തെ ഡിസ്പ്ലേയിൽ ഒരു നമ്പർ കാണിച്ചില്ല, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് എനിക്ക് വീട് സ്വന്തം കണ്ട. ചക്കയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടാ. അതാണ് നല്ല വലിയ ചക്കയാണ് കിട്ടണം. കണ്ട. ഇതാണ് നിങ്ങളുടെ വർക്ക് ഏരിയ. അത്യാവശ്യം നല്ല എന്താ പറയണ സ്റ്റോറേജ്, അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത്രയും വലിപ്പമുള്ളൊരു വർക്ക് ഏരിയയാണ് ഈ വീടിനുള്ളത്. ഇനി ഇതിൻ്റെ പുറത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ അതായത് വീടിൻ്റെ മുകളിലേ കണ്ടോ. വീടിൻ്റെ മുകളിൽ 2 പന്തലിട്ടുണ്ട്. അതായത് താഴത്ത് നമുക്ക് എന്തെങ്കിലും നട്ട് മുകളിലോട്ട് കൊണ്ടുവരാനുള്ളതാണ്. കണ്ട. ഇപ്പുറ സൈഡിലുണ്ട്. കാരണം ഇപ്പുറ സൈഡിൽ ഓൾറെഡി ഒരു കോവലില്ലേ, കോവക്ക പടത്തി തരുന്നുണ്ട്. അത് വെണ്ടായി കിടപ്പുണ്ട്. നമുക്ക് ക്യാമറയെ കാണാത്തതാണ്. കാരണം ജാതിക്കൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ജാതിക്കാണ്. വൺ സെറ്റപ്പാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ബോട്ട് ജെട്ടി, നമ്മളെ മെട്രോ ജെട്ടിയില്ലേ, മെട്രോ ജെട്ടിയുണ്ട്. അപ്പോൾ